ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വിനീത് സങ്കടം സഹിക്കവയ്യാതെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കട പോലും അടയ്ക്കുന്നില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ അവൻ്റെ കട ജോലി ചെയ്യുന്ന ഇക്ക ചോദിക്കും, എടാ വിനീതേ, സമയം എത്രയായെന്ന് കരുതിയിട്ടാ നീ എന്താ ഇന്ന് അടയ്ക്കുന്നില്ലേ? വീട്ടിൽ പോകുന്നില്ലേ? അവിടെ അമ്മയും പെങ്ങളും നിന്നെയും കാത്തിരിക്കില്ലേ എന്ന് ചോദിക്കും. ഇല്ലിക്ക, കുറച്ചും കൂടി തയ്ച്ച് തീരാനുണ്ട്. ഞാനിതെല്ലാം തയ്ച്ച് തീർത്തിട്ടേ കടയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറയും. നീ എന്തൊക്കെയായി പറയുന്നത്? ദേ, സമയം ഒരുപാടായി, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, ഇക്ക പൊക്കോ, ഞാനിതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിരിക്കും കേട്ടോ. പിന്നെ കൂടുതലൊന്നും പറഞ്ഞ് അവനെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി ഇക്ക കടയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകും. ആ സമയത്താണ് കുടിച്ചു കൂത്താടി വിനീതിൻ്റെ കടയിൽ നമ്മുടെ ഗംഗയുടെ പടമൊക്കെ വരച്ചു വെക്കുന്ന ആളങ്ങോട്ട് വരുന്നത്. അപ്പം ഇക്ക ചോദിക്കും, ഇത് എങ്ങോട്ടാ നീ? അതോ, ഞാനൊന്ന് വിനീതിനെ കാണാൻ പോവാം. എന്തിന്? എല്ലാവരും കൂടി ആ ചെറുക്കനെ നെഞ്ചു കീറിയാണ് വിട്ടിരിക്കുന്നത്. ഇപ്പം ആ ഗംഗയ്ക്കും അവളുടെ അച്ഛനും ഒന്നും അവനെ വേണ്ട. ആ പെണ്ണിന് വേറെ ആലോചനയായിട്ട് വന്നിരിക്കുക അവളുടെ അച്ഛൻ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് അയാൾ ചോദിക്കും കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യമാണ്. വിനീതിന് ആ പെണ്ണെന്ന് പറഞ്ഞ ജീവനാ. പക്ഷേ ആ പെണ്ണിന് ഇവനെ വേണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് അവളുടെ അച്ഛൻ വേറെ ആലോചനയായിട്ടാണ് വന്നിരിക്കുക. അത് അറിഞ്ഞപ്പോൾ തൊട്ട് നെഞ്ചു നീറി ആ ചെറുക്കൻ അവിടെ നിന്ന് കരയുന്നുണ്ട്. തയ്ച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ സങ്കടം തയ്ച്ചു തീർക്കുന്നതാ. ഈ സമയത്ത് ഇനി നിങ്ങളും കൂടി ചെന്ന് കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. അവളുടെ പേരും പറഞ്ഞാണല്ലോ നീയും കുറേ ജീവിക്കുന്നേ എന്നൊക്കെ പറയും. എന്തൊക്കെയാ ഇക്ക പറയുന്നേ? അവനൊരു പാവമാണെന്ന് എനിക്കും അറിയാലോ. അവനൊരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ കാശും തീർന്നു. ഇനി ഈ സങ്കടത്തിന് ഞാൻ എവിടെ പോയി നിന്ന് കുടിക്കും? അല്ല, കാശുണ്ടായിട്ടും കാര്യമില്ല, കടയൊക്കെ അടച്ചു കാണും എന്ന് പറഞ്ഞിട്ട് അയാളും അങ്ങ് ഇറങ്ങി പോവാണേ. പെട്ടെന്ന് ഗീതു അങ്ങോട്ട് വരും. അപ്പം ഗീതു ചോദിക്കും, ഇക്ക ഇറങ്ങാറായതല്ലേ, ഇക്ക പൊയ്ക്കോ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലും. എടാ വിനീതേ, നീ ഇത് എന്തിരിപ്പാ? ഇതേ, നിനക്ക് നടുവേദന പിടിക്കും, എഴുന്നേറ്റ് വന്നേ, അവിടെ അമ്മ നിന്നെയും കാത്തിരിക്കുക. നീ കഴിക്കാത്തത് കൊണ്ട് അമ്മയൊന്നും കഴിച്ചിട്ടില്ല, വന്നേ വന്നേ എന്ന് പറയും. ഇല്ല ചേച്ചി, നീ പൊക്കോ, ഞാനിതെല്ലാം തയ്ച്ച് തീർത്തിട്ടേ വരുന്നുള്ളൂ. ദേ, ഇതെല്ലാം നാളെ കൊടുക്കേണ്ടതൊന്നും അല്ലല്ലോ, പതി കൊടുത്താൽ മതി. നീ വരാനാ പറഞ്ഞത്. നീ ഒറ്റയ്ക്കല്ല, നിനക്ക് സങ്കടങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാൻ അമ്മയും ഞാനും ഒക്കെ ജീവനോടുണ്ട്. നമുക്ക് പരിഹരിക്കാടാ. നീ ഇങ്ങനെ സമാധാനപ്പെട്. നീ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ വല്ല അസുഖം വരുത്തി വെക്കുള്ളൂ. വന്നേ, നീ വന്നാലേ ഞാൻ ഇനി വീട്ടിലേക്കുള്ളൂ, അല്ല ഞാനും നിൻ്റെ കൂടെ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് ഗീതു അവനെ വിളിച്ചുകൊണ്ട് ഒരു വിധത്തിൽ പോകും കേട്ടോ വീട്ടിലേക്ക്. അതേസമയം ഗംഗ പുതിയൊരു ജീവിതവും സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് നീള കയറി ചെല്ലുന്നേ. എന്നിട്ട് ചോദിക്കും, ചേച്ചി, ഈ സിൻഡ്രല്ലയുടെ കഥ ചേച്ചിക്ക് അറിയാവോ എന്ന് ചോദിക്കും. എനിക്കെങ്ങും അറിയില്ല, ഏത് സിൻഡ്രല്ല എന്ന് നിളയോട് ഗംഗ പറയുവേ. അത് കേട്ടോണ്ട് യമുന പറയും, എൻ്റെ ഗംഗേച്ചി, സിൻഡ്രല്ലയുടെ കഥ നമ്മൾ ചെറുതിയ കാലത്ത് കുട്ടിയായിരുന്നപ്പോൾ പഠിച്ചിട്ടുണ്ടെന്നേ, പുസ്തകത്തിലൊക്കെ ഉള്ള കഥയാ. എനിക്ക് നിങ്ങളുടെ ഒന്നും അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ, ഞാൻ ഈ നാട്ടിലുള്ള ഈ തയ്യൽക്കാരി മാത്രമല്ലേ എന്ന് ഗംഗ പറയും. എൻ്റെ ചേച്ചി, ഇത് വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറയുന്ന കഥയൊന്നും അല്ല. ഇതേ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാ, ചേച്ചിയും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു തരാം. എൻ്റെ നിളക്കുട്ടി, സിൻഡ്രല്ല എന്ന് പറയുന്നതേ ഒരു രാജകുമാരിയായൊരു പെൺകുട്ടിയുടെ കഥയാ. രാജകുമാരി ആയിരുന്നോ? രാജകുമാരി ആയിരുന്നില്ല, ഒരു ദരിദ്രയായ പെൺകുട്ടി രാജകുമാരി ആയിരുന്ന കഥ. അതായത് സിൻഡ്രല്ലയുടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ സിൻഡ്രല്ലയുടെ അച്ഛൻ രണ്ടാമത് വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരൊരു ദുഷ്ട സ്ത്രീയായിരുന്നു. അവർക്കും സ്വന്തമായിട്ട് വേറൊരു മകളുണ്ടായിരുന്നു. അവളെ മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. സിൻഡ്രല്ലയ്ക്ക് ആഹാരം ഒന്നും കൊടുക്കില്ലായിരുന്നു. അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുവേ. അപ്പോഴാണ് കാവേരി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കാവേരി പാലുമായിട്ടാണ് വരുന്നത് എല്ലാവർക്കും ഉള്ളത്. ഇത് എല്ലാവരും പാലെടുത്ത് കുടിച്ചേ, അല്ല അമ്മ വഴക്ക് പറയൂട്ടോ എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് രണ്ടാനമ്മയുടെ കഥ പറയുമായിരുന്നല്ലോ, സിൻഡ്രല്ലയുടെ കഥ. അത് കേൾക്കുമ്പോൾ നമ്മുടെ നീള പറയും, നമ്മുടെ അമ്മയെ പോലെ ആയിരുന്നോ ഈ പാല് തന്നു വിട്ട അമ്മ? എന്തുമാത്രം നമ്മളെ വഴക്ക് പറയുന്നുണ്ട്, പാല് കുടിച്ചില്ലേ എന്നെ കണ്ണു പൊട്ടുന്ന ചീത്ത പറയും. ദേ, നമ്മുടെ അമ്മേനെയാണോ നീ സിൻഡ്രല്ലേനെ അമ്മയെ വെച്ച് ഉപമിക്കുന്നത്? സിൻഡ്രല്ലയുടെ അമ്മയെ ഭയങ്കര ക്രൂവലായിരുന്നു. ആ സിൻഡ്രല്ലേനെ ഉപദ്രവിക്ക് വരും ചെയ്യുമായിരുന്നു. നമ്മുടെ അമ്മയെ പൊന്നു പോലത്തെ ഒരു അമ്മയല്ലേ? അത് ശരിയാ എന്ന് നീള പറയൂ കേട്ടോ. പെട്ടെന്ന് ഗംഗയോട് പറയും, അല്ല ഗംഗേച്ചിക്ക് വിനീതേട്ടനെ തന്നെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ? വിനീതേട്ടൻ എന്തൊരു സ്വീറ്റാ എന്ന് പറയും. അന്നേരത്തേക്ക് യമുനയും പറയും, അത് ഇവള് പറഞ്ഞത് ന്യായമാട്ടോ ഗംഗേച്ചി. നാളെ ചേച്ചിനെ കാണാൻ വരുന്ന ചെറുക്കനേക്കാളും എന്തുകൊണ്ടും നല്ലത് വിനീതേട്ടനാ. എന്നാൽ നീ തന്നെ അങ്ങ് കെട്ടിക്കോ എന്ന് ഗംഗ പറയും. ഞാനൊരു കാര്യം പറഞ്ഞതാ, വിനീതേട്ടന് ചേച്ചിനെ എന്തിഷ്ടമാണ്, കാണാനും നല്ലതാ എന്ന് പറയാം. അപ്പം ഗംഗ പറയും, എൻ്റെ സ്വപ്നം അതൊന്നുമല്ല. എനിക്ക് ഈ 4 മലകൾ കൊണ്ട് തീർത്തിരിക്കുന്ന ഈ കോട്ടയ്ക്ക് വെളിയിൽ കടക്കണം. എന്നിട്ട് പുറം ലോകമായിട്ട് ബന്ധപ്പെടണം. അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടണം. അവരുടെ കൂടെ ജീവിക്കണം. ഇതെല്ലാം ആസ്വദിച്ച് കണ്ടു കഴിയുമ്പം ഞാൻ അങ്ങോട്ട് പറക്കും സ്വപ്നങ്ങളുടെ നഗരിയിലേക്ക്. അതേത് സ്ഥലം എന്ന് നിളയപ്പം ചോദിക്കും. ദുബായ്. അവിടെ പോയി ജീവിക്കണം. അപ്പം ഗംഗേച്ചി ഞങ്ങളെ ഒന്നും കാണാൻ വരത്തില്ലേ എന്ന് നിള പറയുവേ. ഞാൻ നിങ്ങളെ കാണാൻ വരുമല്ലോ എന്ന് ഗംഗ പറയും. അപ്പോൾ
കാവേരി പറയും, അച്ഛൻ വരുന്ന പോലെ 5 വർഷത്തിൽ ഒരിക്കലായിരിക്കും അല്ലേ ചേച്ചിയും വരുന്നത് എന്ന് ചോദിക്കും. ഏയ്, ഞാൻ എല്ലാ വർഷവും വരും, നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് ചോക്ലേറ്റും ഡ്രസ്സുകളും ഓർണമെൻറ്റ്സും ഒക്കെ ആയിട്ട് വരും. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ സമ്മാനങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി സന്തോഷമായിട്ട് വരും, ജീവിക്കും. എന്നെയും കാത്ത് നിങ്ങളിവിടെ ഇരിക്കില്ലേ? അതൊക്കെ ഓർക്കുമ്പം എന്ത് രസമാണ് എന്ന് പറയുക. അല്ല, ചേച്ചി ദുബായ് കണ്ടിട്ടുണ്ടോ എന്ന് നിള ചോദിക്കും. ഞാൻ കണ്ടിട്ടില്ലല്ലോ, പക്ഷേ ഞാൻ കാണും എന്ന് പറയൂട്ടോ. അത് കേൾക്കുന്ന ഗംഗ, സ്വപ്നത്തിൽ അതുപോലൊരു രാജ്യം തന്നെയാണ് എൻ്റെ കൺമുന്നിൽ, നമ്മുടെ സിൻഡ്രല്ലയുടെ രാജ്യം, അത്ര സുന്ദരമായ രാജ്യം, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂവിട്ട് വളരുന്ന ഒരു സ്വർഗം, അതാ എൻ്റെ മനസ്സിലെ ദുബായ് എന്ന് ഗംഗ എല്ലാവരോടും പറയാം കേട്ടോ. ഗംഗ അത്ര മനോഹരമായ ജീവിതത്തെ പറ്റി ഇങ്ങനെ സ്വപ്നവും കണ്ടുകൊണ്ടിരിക്കുക. അതേസമയം നമ്മുടെ അരവിന്ദൻ രാവിലെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം അച്ഛ ചായ എന്ന് പറഞ്ഞ് യമുന അങ്ങോട്ട് വരിക. എന്താ അച്ഛ കാര്യമായിട്ട് പത്രത്തിൽ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല മോളെ, അമ്മയൊന്ന് വിളിച്ചേ എന്ന് പറയും കേട്ടോ. എന്നിട്ട് യമുനയാണെങ്കിൽ അമ്മേനെ വിളിക്കാനായിട്ട് വരും. സുജാതെ, നിനക്കൊരു ടെൻഷൻ പോലെ. ഏയ്, ഞാൻ സുജാതയെ പറ്റി ചിന്തിക്കുകയായിരുന്നു. അവളെപ്പറ്റി എന്ത് ചിന്തിക്കാൻ? ഇപ്പം എല്ലാ കാര്യങ്ങളും സുജാതെ അറിഞ്ഞു കാണില്ലേ? അവളുടെ സ്വഭാവം അരവിന്ദേട്ടന് അറിയാവുന്നതല്ലേ? അവൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഞാനതൊക്കെ ആലോചിച്ചിരുന്നതാ. എന്ത് പ്രശ്നം? അവക്കെന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നമ്മൾ വിനീതന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? അതുപോലെ അവളെയും പറഞ്ഞ് മനസ്സിലാക്കാം. അരവിന്ദേട്ടൻ്റെ അനിയത്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പം നടക്കും. ശാരദയെ, ഈ പുഷ്പവാടിയിൽ നമുക്ക് രക്തബന്ധം എന്ന് പറയാൻ സുജാതയും വിനീതും മാത്രമല്ലേ ഉള്ളൂ. ഗംഗയെ പെണ്ണ് കാണാൻ ഒരാൾ വരുമ്പോൾ അവളോട് നമ്മൾ എന്തായാലും പറയണ്ടേ എന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം, ഞാനൊരു സാരിയൊക്കെ അങ്ങ് മാറ്റിയിട്ട് വരാം. എന്തിനാ സാരിയൊക്കെ മാറ്റുന്നത്? ഇവിടെ തൊട്ടടുത്തല്ലേ, പോരാത്തതിന് അന്യ വീടൊന്നും അല്ലല്ലോ, സമയം കളയാതെ പോകാം. എന്നാൽ ഇത് മതിയെങ്കിൽ മതി, ബാ നമുക്ക് പോയേക്കാം എന്ന് അരവിന്ദനോട് അപ്പം ശാരദ പറയാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടി സുജാതയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണേ. സുജാത അവിടെ കാണുമോ? ഇനി തൊഴിലുറപ്പിനെങ്ങാനും പോയിട്ടുണ്ടെങ്കിലോ? അബദ്ധം പറ്റി, ഇന്നലെ പറയേണ്ടതായിരുന്നു ശാരദയെ എന്ന് പറയേ. അവർ രണ്ടുപേരും സുജാതയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് സുജാത അങ്ങോട്ട് വരുന്നത്. ആഹാ, തേടിയ വള്ളി കാല് ചുറ്റിയിലോ അരവിന്ദേട്ടാ, സുജാത വരുന്നുണ്ടല്ലോ, അവൾ നല്ല ദേഷ്യത്തിലാണല്ലോ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുവാണേ. അപ്പോഴത്തേക്കും രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുവാണ്. അപ്പോഴത്തേക്കും അരവിന്ദൻ പറയും, സുജാതെ, നിന്റെ വീട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു, അപ്പോഴാണ് നീ ഇങ്ങോട്ട് വന്നത്, ബാ കയറി വാ, ഒക്കെ തിരിഞ്ഞ് സംസാരിക്കാം എന്ന് പറയേ. പെട്ടെന്നാണ് മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എടി സുജാതെ, നീ അറിഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. വിനീത് നിന്നോട് പറഞ്ഞില്ലേ ഗംഗയ്ക്ക് വേറെ ചെറുക്കനെ നോക്കുക ഇവര് എന്ന് മുത്തശ്ശി പെട്ടെന്ന് ചാടി കയറി പറയൂട്ടോ. സുജാതെ, നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടത് എന്ന് ശാരദ ചോദിക്കും. വിഷം എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക എന്ന് സുജാത പെട്ടെന്ന് പറയും. എന്താടി നീ ഈ പറയുന്നത്? പിന്നെ ഞാൻ എന്താ അരവിന്ദേട്ടാ പറയേണ്ടത്? വിനീതിനുള്ളതാ ഗംഗയെന്നും ഗംഗയ്ക്കുള്ളതാ വിനീത് എന്നും പറഞ്ഞല്ലേ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ അവരെ വളർത്തിയത്. എന്നിട്ടിപ്പോൾ പണവും പത്രസും ആയപ്പം എൻ്റെ മകനെ നിങ്ങൾക്ക് വേണ്ട, അവന് കുറച്ചിൽ, അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് എനിക്ക് എന്ത് കുടിക്കാൻ വേണമെന്ന്? എന്ത് വർത്തമാനം സുജാത നീ പറയുന്നത്? ശാരദ, നിന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഏട്ടനോടാ സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കയറി നീ പറയണ്ട. സുജാത കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുജാതെ, കുഞ്ഞിലെ അങ്ങനെ പല മോഹങ്ങളും നമ്മൾ വലിയവർക്കുള്ളിൽ കാണും. അപ്പോൾ അവർ വളർന്ന് വലുതാവുമ്പം അവർക്ക് വേറെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ കാണില്ലേ? എൻ്റെ മോനെ വേണ്ടെന്ന് ഗംഗ പറഞ്ഞോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേ പെട്ടെന്ന് ഗംഗ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവളോട് ചോദിക്കും, നീ എൻ്റെ മോനെ വേണ്ടെന്ന് പറഞ്ഞോടി എന്ന് ചോദിക്കേ. അപ്പോൾ ഈ ബഹളം കേട്ടോണ്ടാ കാവേരി യമുനയൊക്കെ വരിക. നീ പിറന്നു വീഴുമ്പം എൻ്റെ മകന് 4 വയസ്സാണ്. രാത്രി മുഴുവനും നിർത്താതെ കരച്ചിലായിരുന്നു നീ. ഈ കരച്ചിലടക്കാൻ എത്ര ദിവസമാണ് നിന്നെ തോളത്തിട്ടോണ്ട് അവൻ നടന്നേന്ന് അറിയോ? അവനും കുഞ്ഞല്ലായിരുന്നോടി നീ ഉറങ്ങിയിട്ടാ അവരൊരു പോളെ കണ്ണടച്ചിട്ടുള്ളത്. എന്നിട്ട് ഇപ്പം നിനക്ക് അവനെ വേണ്ട അല്ലേ? എൻ്റെ മോനിപ്പം കുറച്ചില്ല അല്ലേ നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സുജാത. എന്ത് പറയണമെന്നറിയാതെ നിൽക്കാം. ഇന്ന് വൈകിട്ട് ചെറുക്കം കൂട്ടര് വരും സുജാതെ എന്ന് മുത്തശ്ശി പറയും. പോറും പയ്യനാ, വലിയ കൊമ്പത്തെയാ, ആലോചനയാ. പൊട്ടും പൊടിയുന്ന ഞാൻ പലതും പറഞ്ഞ് കേട്ടു അരവിന്ദേട്ടാ, എന്നിട്ടും ഞാനതൊന്നും വിശ്വസിച്ചില്ല. എൻ്റെ ഏട്ടനല്ലേ, എന്നോട് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അരവിന്ദേട്ടന് വലുത് അരവിന്ദേട്ടൻ്റെ മകളാ. എൻ്റെ മോനെ വേണ്ടാന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചല്ലേ അതിനിടയിൽ തന്നെ? സുജാത, നീ കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. എന്ത് സംസാരിക്കാൻ? ഇന്നലെ പാതിരാത്രി വരെ കടയിലിരുന്ന് തയ്ക്കുമായിരുന്നു എൻ്റെ മോൻ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം അവൻ്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. അവനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ഈ സങ്കടമൊന്നും. എനിക്ക് അവനേ ഉള്ളൂ. അവനെയും കൂടി നിങ്ങളുടെ മകൾ കാരണം നഷ്ടപ്പെടുത്തിയ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? സമ്മതിക്കില്ല അരവിന്ദേട്ടാ, സമ്മതിക്കില്ല. ഗംഗയെ വിനീത് തന്നെ കല്യാണം കഴിക്കും. ഗംഗയ്ക്ക് വേറൊരു ആലോചന വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതെങ്ങനെ മുടക്കണമെന്നൊക്കെ എനിക്കറിയാം എന്ന്
സുജാത പറയൂ കേട്ടോ. അപ്പം എന്ത് പറയണമെന്നറിയാതെ അരവിന്ദനും ശാരദയും പരസ്പരം നോക്കും. സുജാതെ, വിനീതിനേക്കാൾ നല്ലൊരു ബന്ധം ഗംഗയ്ക്ക് കിട്ടില്ല എന്നറിയും, പക്ഷെ കുട്ടികളുടെ മനസ്സ് അപ്പം ഗംഗയെ വിനീതിന് കൊടുക്കില്ലെന്നാണോ ഏട്ടൻ പറയുന്നത് എന്ന് ചോദിക്കൂ കേട്ടോ സുജാത അരവിന്ദനോടെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അത്രയും പണമില്ല, വലിയ വീടില്ല, അതുകൊണ്ട് എൻ്റെ മോനെ വേണ്ടാലേ എൻ്റെ ഏട്ടന്. സുജാതെ, അങ്ങനെയൊന്നും ആരും ഇവിടെ ചിന്തിച്ചിട്ടില്ല എന്ന് ശാരദ പറയൂട്ടോ. എൻ്റെ ഏട്ടൻ ചിന്തിക്കില്ലടി, പക്ഷെ നീ പറഞ്ഞു തിരിക്കും. ദേ, തോന്നിവാസം പറയരുത് സുജാതെ. വിനീതിന് ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അവ പെട്ടെന്ന് സുജാത നെഞ്ചത്തടി തുടങ്ങും. എൻ്റെ ദൈവമേ, എനിക്ക് മടിച്ചാ മതി, എന്നെ അങ്ങ് കൊല്ല്. അപ്പം പെട്ടെന്ന് മുത്തശ്ശി പറയും, സുജാതെ, നീ എന്തിനാ ഈ തലക്കിട്ടടിക്കുകയും നെഞ്ചത്തടിക്കുകയും ചെയ്യുന്നത്? നിനക്ക് തന്നെ വല്ല അസുഖം വരും. ഞാനിതൊക്കെ ആരോട് ചെന്ന് പറയും? എനിക്കിനി ജീവിക്കണ്ടായേ എന്ന് പറയും. നീ എന്തേ ഈ കാണിക്കുന്നേ എന്ന് അരവിന്ദൻ ചോദിക്കും. ചതിച്ചല്ലോ, നിങ്ങൾ എന്നെ ചതിച്ച് കളഞ്ഞല്ലോ അരവിന്ദേട്ട. എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്ന എനിക്ക് ഗതി വരുമായിരുന്നോ? നിനക്കാരുമല്ലെങ്കിലും ഞാനുണ്ട് സുജാത എന്നും പറഞ്ഞ് എന്നെ സ്നേഹിച്ച് കൊന്നിട്ട് അവസാനം എൻ്റെ കഴുത്തറുത്ത് തന്നെ കളഞ്ഞല്ലോ ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സുജാത വീണ്ടും നെഞ്ചത്തടിയും കരച്ചിലുമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിനീത് കയറി വരുന്നത്. യോ അമ്മ എന്താ ഈ കാണിക്കുന്നേ? കഴിഞ്ഞതൊന്നും ഞാൻ മറക്കരുത് അരവിന്ദേട്ടാ. എൻ്റെ കെട്ടുതാലി പണയം വെച്ചാ ഏട്ടൻ ഗൾഫിന് പോകാനുള്ള പണം ഒപ്പിച്ച് ഞാൻ തന്നത്. അതൊക്കെ നിങ്ങൾ മറന്നല്ലേ? അതിനുശേഷമാണ് നിങ്ങൾക്ക് കെട്ടിയോളും കൊട്ടാരും ഒക്കെ ഉണ്ടായത്. അമ്മ ഇങ്ങോട്ട് വാ, കൊല്ലെന്നെ അങ്ങോട്ട് അരവിന്ദേട്ടാ. ഈ നിൽക്കുന്നവൻ ഈ വീടിന് കാവൽപ്പട്ടിയായിരുന്നു. ഇവനുള്ളത് കൊണ്ടാ ഏട്ടൻ്റെ ഭാര്യയും 4 മക്കളും മനസ്സമാധാനത്തോടെ ഇവിടെ ഉറങ്ങിയത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ന് പറയാൻ. ഇതൊക്കെ കാണുമ്പോൾ ഗംഗയ്ക്കകം ദേഷ്യം വരികയാണ് കേട്ടോ. ഇവിടെ ഒരു ബൾബ് ഫ്യൂസായ മാറ്റാൻ ഇവൻ വേണം, മോട്ടർ കേടായ വെള്ളം കോരണം, ഓട് പൊട്ടിയ മാറ്റിയിടണം. 10 പൈസ കൂലിയില്ലാതെ പട്ടിയെ പോലെ എൻ്റെ മകൻ ഇവിടെ കിടന്ന് പണിയെടുത്തത്. ഒടുക്കം മകളുടെ കാര്യം വന്നപ്പം എൻ്റെ മകനെ കുറച്ചില്ലല്ലേ? എൻ്റെ മകനെ നിങ്ങൾക്കാർക്കും വേണ്ട അല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അമ്മ ഇങ്ങോട്ട് വന്നേ, വിടടാ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയും, ഭർത്താവ് പോലും ഇല്ലാത്തവളാ, അവളുടെ കണ്ണീർ ഇവിടെ വീടിക്കരുത് അരവിന്ദ എന്ന് മുത്തശ്ശി പറയൂ കേട്ടോ. വീണ്ടും സുജാത വരുവേ, എൻ്റെ കണ്ണീരിൽ തൊട്ട് ഞാൻ പറയുമോ ഗംഗയോട് പറയും, നീ ആരെ കല്യാണം കഴിച്ചാലും ഗുണം പിടിക്കില്ലടി, നീ മുടിഞ്ഞു പോവുള്ളൂ എന്ന് പറഞ്ഞ് ഗംഗയെ നോക്കി പ്രാഗു കേട്ടോ. എന്താ ഈ പറയുന്നത് എന്നപ്പോൾ ശാരദ പറയും, മൊത്തം തൊലഞ്ഞു പോത്തേ ഉള്ളൂ, നിങ്ങളുടെയൊക്കെ ഈ പണവും പത്രാസും എല്ലാം നശിക്കും. ഈ കല്യാണം നടക്കൂന്ന് എനിക്കൊന്ന് കാണണം. വീട്ടിൽ കയറുമെന്ന് നീ എന്താ സുജാത ഈ കാണിക്കുന്നത്? പിള്ളേരെയും എൻ്റെ കുടുംബത്തെയും രാകുന്നോ എന്ന് ശാരദ ചോദിക്കുവേ. മുടിഞ്ഞു പോകത്തേയുള്ള അരവിന്ദേട്ട, എൻ്റെ മോൻ്റെ കണ്ണീര് വീഴ്ത്തിയിട്ട് നിങ്ങൾ ആരും സമാധാനത്തോടെ ജീവിക്കല. ഏട്ടന് വേണ്ടി പണയം വെച്ച എൻ്റെ കെട്ടുതാലിയാണ് നിങ്ങൾ നശിക്കും. വിനീതേ, നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയേ എന്ന് ശാരദ അങ്ങ് പറയൂട്ടോ. പെട്ടെന്ന് എല്ലാവരും എന്തോ പോലെ നിൽക്കുക. അരവിന്ദേട്ട, നിങ്ങൾ എനിക്ക് എട്ടനും അല്ല, ഇനി ഞാൻ അനിയത്തിയുമല്ല, ഇനി ഒരു ബന്ധവും ഇല്ല, നിങ്ങൾ നശിക്കുകയുള്ളൂ. എൻ്റെ കെട്ടുതാലിയും കൊണ്ട് കെട്ടിപ്പടുത്തതല്ലേ നിങ്ങളുടെ ഈ കൊട്ടാരവും കാണുന്ന സ്വത്തുമൊക്കെ, അതൊക്കെ നശിച്ച് തരിപ്പണമാകും. കാൽക്കാശിന് വിലയില്ലാതെ എൻ്റെ മുന്നിൽ തന്നെ വരും. ഏട്ടൻ ഞങ്ങളെ നോക്കി ചിരിച്ച പോലെ ഈ നാട്ടുകാർ മുഴുവനും ഏട്ടനെ നോക്കി കരയും. കുറിച്ചു വെച്ചോ ശാരദേ, നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. വിനിതേ, നീ നിന്റെ കൊണ്ടുപോകുന്നുണ്ടോ നിന്റെ അമ്മയെ? എന്നിട്ട് ആട്ടി തുപ്പൂട്ടോ സുജാത, നീയൊക്കെ നശിച്ച് തരിപ്പണമാകും. അത് ഞാൻ കൺമുന്നിൽ കാണും. എൻ്റെ കണ്ണീര് കണ്ട് ഇപ്പം നിങ്ങൾ ചിരിക്കുന്നില്ലേ, അതുപോലെ ഞാൻ ആർത്താർത്ത് ചിരിക്കും നിങ്ങളുടെ നാശം കണ്ട്. എല്ലാം ഉയർത്തിയിരിക്കുന്നത് എൻ്റെ കാശിനാന്നുള്ള എപ്പോഴും ഓർക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അവരവിടുന്ന് പോവുകയാണേ. അതേസമയം നമ്മുടെ സുജാതയുടെ വീട്ടിൽ പൊന്നു ആണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുക. പൊന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനീതിൻ്റെ ചേച്ചിയുടെ കുഞ്ഞ്. ദേ, അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ എന്നാൽ വെളിയിൽ പോയി കളിച്ചോട്ടെ എന്ന് ചോദിക്കും. അമ്മ എന്തൊരമ്മയാ, വെളിയിൽ പോയി കളിക്കാനും സമ്മതിക്കില്ല, അകത്തിരുന്ന് കളിക്കാനും സമ്മതിക്കില്ല. അമ്മമ്മ പൊന്നൂന് കേക്കും ഐസ്ക്രീമും ഒക്കെ മേടിച്ചുകൊണ്ട് വരുമല്ലോ ഇപ്പം തന്നെ എന്ന് പറയേ. പെട്ടെന്നാണ് സുജാതയും വിനീതും കൂടി അങ്ങോട്ട് വരുന്നത്. അമ്മമ്മേ, കേക്ക് ഒന്ന് പോകൊച്ചേ, അവളുടെ ഒരു കേക്ക്, മോള് പുറത്ത് പോയി കളിച്ചോട്ടോ എന്ന് വിനീത് പറയൂട്ടോ. എന്താടാ അമ്മയ്ക്ക് ഭയങ്കര കനം എന്നപ്പം ഗീത ചോദിക്കുവേ. അമ്മാവൻ്റെ വീട്ടിൽ ചെന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി എന്ന് വിനീത് പറയും. ഞാൻ ഒരു വിധത്തിലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് പറയൂട്ടോ. പിന്നെ പ്രശ്നം ഉണ്ടാക്കാതെ അമ്മ പറഞ്ഞതൊക്കെ ശരിയല്ലേ? കുറച്ച് കാശ് വന്നപ്പോൾ അവർ വലിയ മുതലാളിമാരായോ? അവരോട് ആദ്യം കൊമ്പത്തുനിന്ന് താഴെ ഇറങ്ങാൻ പറ. ചേച്ചിയും കൂടി ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. എടാ, വല്ല ചതിയല്ലേ അവർ കാട്ടിയത്? ഗംഗ നീയുമായുള്ള ബന്ധം നേരത്തെ പറഞ്ഞു വെച്ചേക്കുവാന്ന് ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. എന്നിട്ട് അവസാന നിമിഷം ഇങ്ങനെ വാക്കും അറിയാം. നിനക്ക് എന്തെങ്കിലും കാര്യമായൊരു പ്രശ്നം ഉണ്ടെന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ. ആവശ്യമുള്ള ഇല്ലാത്തേക്ക് എന്തിനാ ചേച്ചി ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്?
എന്ന് സുജാത ഒരു മടവാളുമായിട്ട് അങ്ങോട്ട് വരിക. എടാ, ഈ മടവാൾ ഏതാന്ന് നിനക്കറിയാവോ? പണ്ട് നിന്റെ അച്ഛൻ മരിക്കുമ്പം നല്ല സൗന്ദര്യമുള്ള പ്രായം തന്നെയായിരുന്നു എനിക്ക്. 2 പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ നാട്ടിലെ ഒറ്റയ്ക്ക് താമസിക്കുമ്പം ഒരുപാട് പേര് എൻ്റെ മാനത്തിന് വില പറയാൻ വന്നു. പക്ഷേ എൻ്റെ ഈ മടവാൾ കണ്ട് എല്ലാം പേടിച്ചോടിയിട്ടേ ഉള്ളൂ. നീ മുതിർന്ന പിന്നെ എനിക്കിതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഞാനിത് പുറത്തെടുക്കുക. നിനക്ക് വേണ്ടി ഇനി ഒരിക്കൽ കൂടി ആ അരവിന്ദൻ്റെ കുടുംബത്തിൽ നീ കാല് കുത്തിയാൽ നിന്റെ തല വെട്ടുന്നത് ഞാനായിരിക്കും. ഇനി ആ കുടുംബമായിട്ട് ഒരു ബന്ധവും നമുക്ക് വേണ്ട. നിന്നെ വേദനിപ്പിച്ച അവര് ഒന്നും സമാധാനത്തോടെ എന്തായാലും ജീവിക്കില്ല. എൻ്റെ കണ്ണിൽ നിന്ന് ഉതിർന്ന കണ്ണുനീര് ദൈവം എന്നുണ്ടെങ്കിൽ അവർക്ക് അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രാകൂട്ടോ. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വിനീത് പറയും, അമ്മ എന്തൊക്കെയായി പറയുന്നത്? അമ്മാവനൊന്നും തെറ്റ് ചെയ്തില്ലല്ലോ. നിൻ്റെ ഒരു അമ്മാവൻ, എനിക്കുള്ള ബന്ധം വഴിയേ നിനക്കും ബന്ധമുള്ളൂ. ഇത് നിനക്കോ ഇവക്കോ അങ്ങനെ ഒരു അമ്മാവനോ അമ്മായിയോ കുടുംബക്കാരോ ആരുമില്ല. അവരുടെ മകൾക്ക് കൊമ്പത്തെ ആലോചന നോക്കുന്നുണ്ടല്ലോ. ആ കല്യാണം നടക്കുന്ന എനിക്കൊന്ന് കാണും. ഈ സുജാതയുടെ വാക്കിന് നേരുണ്ടെങ്കിൽ ഒരിക്കലും ആ കല്യാണം നടക്കില്ല. സമാധാനത്തോടെ അവരൊന്നും ഒരിക്കലും ജീവിക്കാനും പോകുന്നില്ല എന്ന് പറയൂട്ടോ. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും വിനീത തകർന്നിരിക്കുക. നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ എന്ന് പെട്ടെന്ന് ഗീതു ചോദിക്കും. അമ്മ പറഞ്ഞത് ശരിയല്ലേ? നമ്മളെ എത്രമാത്രം അവർ വഞ്ചിച്ചു. അങ്ങനെയുള്ളപ്പം ഇനി അവരുമായിട്ടൊരു ബന്ധവും വേണ്ട. അവർക്കിപ്പം നമ്മളോടൊക്കെ പുച്ഛമായിരിക്കും. കാശൊക്കെ നമുക്ക് കുറവല്ലേ, അതുകൊണ്ടായിരിക്കും മോളെ ഇങ്ങോട്ട് കെട്ടിച്ചു തരാനും ഇത്രയ്ക്ക് മടി എന്നൊക്കെ ഗീതു പറയൂ കേട്ടോ. ചേച്ചിയെങ്കിലും അമ്മയെ പറഞ്ഞത് മനസ്സിലാക്കുക. അല്ലാതെ ഈ പ്രശ്നം ഇങ്ങനെ ഊതി വീർപ്പിക്കാൻ മാത്രം ഒന്നുമില്ല. നീ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിന്റെ നെഞ്ചുരുക്കുന്നത് ഞങ്ങൾക്കറിയാടാ എന്ന് പറയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും